കൊച്ചി മംഗളവനം പക്ഷി സങ്കേതത്തിൽ ഗേറ്റിന്റെ കമ്പിയിൽ കുടുങ്ങിയ നിലയിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. പക്ഷി സങ്കേതത്തിലെ സുരക്ഷാ ജീവനക്കാരാണ് മൃതദേഹം കണ്ടെത്തിയത്. ഗേറ്റിന് മുകളിലൂടെ കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കമ്പിയിൽ കുടുങ്ങിയാണോ മരണമെന്ന സംശയം. അർച്ചന ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അർച്ചന, എപ്പോഴായിരുന്നു സംഭവം? ഇത് സംബന്ധിച്ച് പോലീസ് നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? ഫിനിഷ, ഹൈക്കോടതിക്ക് സമീപമുള്ള മംഗളവനത്തിലേക്ക് പ്രവേശിക്കുന്ന വഴിയാണിത്. ഇതിന് പിന്നിൽ നമ്മുടെ വലതുവശത്തായി കാണുന്ന ഒരു ഗേറ്റ് ഉണ്ട്. അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രാഫി അവിടേക്കുള്ള ഗേറ്റാണ്. ആ ഗേറ്റിന് മുകളിലാണ് മൃതദേഹം രാവിലെ കണ്ടെത്തിയത്. ഈ മംഗളവനത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് മൃതദേഹം ആദ്യം കണ്ടത്. മൃതദേഹം പൂർണ്ണമായും നഗ്നമായ നിലയിലായിരുന്നു. പക്ഷേ ഒരു തമിഴ്നാട് സ്വദേശിയാണ് എന്നാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം. ഇയാൾ ഇവിടെ പലപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായി പോലീസ് കണ്ടിട്ടുള്ളതായും പറയുന്നുണ്ട്. സെൻട്രൽ പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അർദ്ധരാത്രി ആകാം ഈ സംഭവം ഉണ്ടായതെന്നാണ് കരുതുന്നത്. പുലർച്ചയോടെ കൂടിയാണ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ഗേറ്റിന് മുകളിലായി ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി പരിശോധന നടത്തുകയും ചെയ്യുകയായിരുന്നു. പോലീസിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളും ഫോറൻസിക്കിൻ്റെ പരിശോധനയും ഇപ്പോഴും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ലഭ്യമായ വിവരമനുസരിച്ച് ഈ സമീപ പ്രദേശത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളാണ്. തമിഴ്നാട് സ്വദേശിയാണെന്നും വിവരം ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഇയാളെക്കുറിച്ചുള്ള മറ്റു കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ പരിശോധന ഇപ്പോൾ തുടരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഇവിടെ നിന്ന് മാറ്റും. സംഭവത്തിൽ ഒരു ദുരൂഹതയില്ല എന്നാണോ പോലീസ് പറയുന്നത്? കാരണം ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മൃതദേഹം കിടക്കുന്നതായാലും സംശയാസ്പദമായ രീതിയിലാണ് ആ മൃതദേഹം കിടക്കുന്നത് കാണുന്നത്. അതിനാൽ തന്നെ ഒരു ദുരൂഹത അതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു തിയോഫിൻ. ഫിനിഷ്, രാവിലെ വലിയ ദുരൂഹതയുള്ള ഒരു മരണമാണോ എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ വിശദമായി പോലീസ് അന്വേഷിച്ചപ്പോഴാണ് ഈ പ്രദേശത്ത് തന്നെ പലപ്പോഴും അലഞ്ഞുതിരി നടക്കുന്ന ഒരാളാണ്. ഇയാൾ പലപ്പോഴും വസ്ത്രമില്ലാതെ നടക്കുന്നതും നാട്ടുകാരുൾപ്പെടെ കണ്ടിട്ടുണ്ട്. ചില പോലീസുകാരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ദുരൂഹത ഇപ്പോൾ ഇതിനകത്തില്ല എന്ന് സംശയിക്കുന്നു. കാരണം രാത്രി എപ്പോഴെങ്കിലും ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിച്ചപ്പോൾ ഗേറ്റിൽ കുടുങ്ങിയതാകാം. കമ്പിക്ക് മുകളിൽ കുടുങ്ങി മറുവശം കടക്കാൻ പറ്റാതെ അവിടെ കിടന്ന് മരിച്ചതാകാം എന്നാണ് പോലീസിൻ്റെ നിലവിലുള്ള നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ലഭ്യമാവൂ. എന്തായാലും നിലവിൽ ഇപ്പോഴത്തെ ഒരു പോലീസ് നൽകുന്നൊരു സൂചന അനുസരിച്ച് മറ്റ് ദുരൂഹതകളൊന്നും ഇതിനകത്ത് സംശയിക്കാനില്ല. കാരണം പതിവായി തന്നെ പലപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന അയാൾ ഇവിടെ ഈ മംഗളവനത്തിൻ്റെ സമീപത്തെ പ്രദേശത്തും ഇതിനു ചുറ്റുപടുത്ത റോഡുകളിലും പലയിടത്തും ഇയാളെ പലപ്പോഴുമായി കണ്ടിട്ടുണ്ട്. ഇവിടെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഈ ഗേറ്റിന് സമീപത്ത് കുറച്ച് അകലെയായി ഇയാൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഇയാൾ വസ്ത്രമില്ലാതെ നടക്കുന്നത് നേരത്തെ കണ്ടിട്ടുള്ളതായാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് മറ്റു ദുരൂഹതകളില്ല എന്ന ഒരു നിഗമനത്തിലാണ് നിലവിലിപ്പോൾ പോലീസ് ഉള്ളത്. രാത്രി ഒരുപക്ഷെ ഇവിടെ നിന്ന് ഗേറ്റ് ചാടി കടക്കാനോ മറ്റോ ശ്രമിച്ചതിനിടയിൽ കുടുങ്ങിയിട്ടുള്ള അകത്തേക്ക് കടന്ന് പുറത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിലോ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് പോകുന്ന സമയത്തോ എന്തായാലും ഈ ഗേറ്റ് കടക്കുന്ന സമയത്ത് ഗേറ്റിന് മുകളിൽ കുടുങ്ങിപ്പോയി. ഇതിൻ്റെ മുകളിലെ കൂർത്ത കമ്പികൾ ഗേറ്റിന് മുകളിലുണ്ട്. അതിൽ കുടുങ്ങി അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാതെ കമ്പി കുത്തിക്കയറി മരിച്ചതാകാം എന്നാണ് നിലവിൽ നിഗമനം. വിനിഷ. ശരി. കൊച്ചി മംഗളവനം പക്ഷി സങ്കേതത്തിൽ ഗേറ്റിന്റെ കമ്പിയിൽ കുടുങ്ങിയ നിലയിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. പക്ഷി സങ്കേതത്തിലെ സുരക്ഷാ ജീവനക്കാരാണ് മൃതദേഹം കണ്ടത്. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മറ്റു പരിശോധനകൾക്കായി പോലീസ് മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. തിയോഫിനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.